ലോകം മുഴുവൻ അംഗീകരിച്ച മിസൈലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ്. ഇന്ത്യയുടെ DRDOയും റഷ്യയും ചേർന്നുള്ള ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ വേരിയന്റ് ആണ് ബ്രഹ്മോസ് NG, അതായത് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ. ഇതുപയോഗിച്ച് ഇന്ത്യ ഇപ്പോൾ നിരവധി യുദ്ധവിമാനങ്ങളെ സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ബ്രഹ്മോസ് കാഴ്ചവെച്ച പ്രകടനങ്ങൾ ലോക രാജ്യങ്ങളെല്ലാം അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടത്. ഇപ്പോൾ ഇന്ത്യ അടുത്തതായിട്ട് ഇന്ത്യയുടെ വ്യോമസേനയെ തങ്ങളുടെ പോരാട്ട ഫലപ്രാപ്തി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മോസിന്റെ അടുത്ത ജനറേഷനായ ബ്രഹ്മോസ് NG മിസൈൽ ഉപയോഗിച്ച് സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ്. അതായത് സുഖോ 30 MKIക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29, മിറാഷ്, തേജസ് എന്നീ യുദ്ധവിമാനങ്ങളിലാണ് ബ്രഹ്മോസ് NG ഘടിപ്പിക്കാൻ പോകുന്നത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ നൂതനവും ഭാരം കുറഞ്ഞതുമായ പതിപ്പാണ് ബ്രഹ്മോസ് NG. കൃത്യമായ വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് വളരെയധികം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ബ്രഹ്മോസ് NGയെ വ്യോമസേനയുടെ ആയുധപ്പുരയിലെ ഒരു പ്രധാന ആയുധമാക്കാൻ പോകുകയാണ് ഇന്ത്യ. ഈ ബ്രഹ്മോസ് NG വേരിയന്റിന്റെ ഏകദേശം 1.3 ടൺ ഭാരം വരും. നിലവിൽ ഇപ്പോൾ സുഖോ 30 MKI വഹിക്കുന്നത് ബ്രഹ്മോസ് A ആണ്. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 2.5 ടൺ ആണ്. ഈ ഭാരത്തിൽ നിന്നും ഗണ്യമായ കുറവാണ് ബ്രഹ്മോസിന്റെ പുതിയ വേരിയന്റായ ബ്രഹ്മോസ് NGക്ക്. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ കേന്ദ്ര ഘടകമായ തേജസ് ഉൾപ്പെടെ യുദ്ധവിമാനങ്ങളുടെ വിശാലമായ ശ്രേണിയിൽ ബ്രഹ്മോസ് NGയെ വിന്യസിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. MiG-29, മിറാഷ് 2000, തേജസ് വിമാനങ്ങളുമായി ബ്രഹ്മോസ് NG സംയോജിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മെച്ചപ്പെട്ട പ്രവർത്തന വഴക്കവും വർദ്ധിച്ച ഫയർ പവറുമാണ് നൽകുന്നത്. വലിപ്പം കൂടുതലാണ് എങ്കിലും മിസൈൽ ബ്രഹ്മോസിന്റെ പ്രധാന ശക്തികളാണ് നിലനിർത്തുന്നത്. മാക് 2.8 വരെയുള്ള സൂപ്പർസോണിക് വേഗത, ഉയർന്ന കൃത്യത, കരയിലും നാവിക ലക്ഷ്യങ്ങളിലും ഗണ്യമായ കൃത്യതയോടെ ആക്രമണം നടത്താനുള്ള കഴിവ് എന്നിവയൊക്കെ ബ്രഹ്മോസ് NGയുടെ പ്രത്യേകതകളാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ബഹുമുഖ മിസൈൽ വിക്ഷേപിക്കാനുള്ള കഴിവ് വ്യോമസേനയുടെ പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കുകയും ശക്തമായ പ്രതിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ കമാൻഡ് സെന്ററുകൾ, നാവിക കപ്പലുകൾ, കനത്ത സംരക്ഷിത ഇൻസ്റ്റാളേഷനുകൾ തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങൾക്കെതിരെ മെച്ചപ്പെട്ട ആക്രമണ ഓപ്ഷനുകളാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. സങ്കീർണമായ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, റഡാറിലേക്കുള്ള ദൃശ്യപരിധി കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത സവിശേഷതകൾ, അതായത് സ്റ്റെൽത്ത് സവിശേഷതകൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ബ്രഹ്മോസ് NGക്ക് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങളിൽ ഈ ബ്രഹ്മോസ് NG ഘടിപ്പിക്കുന്നത് മൂലം ഈ വിമാനങ്ങൾക്ക് ചില മാറ്റങ്ങൾ ആവശ്യമായി വരും. അതായത് മിസൈലിന്റെ വിക്ഷേപണ സംവിധാനങ്ങൾ പൊരുത്തപ്പെടുത്തുന്നതോ പൂർണ്ണമായ സിസ്റ്റം അനുയോജ്യത ഉറപ്പാക്കുന്നതിനും ഈ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ബ്രഹ്മോസ് NG ഘടിപ്പിക്കുന്നത് മൂലം ഇന്ത്യയുടെ തേജസ് വിമാനങ്ങൾക്ക് നവീകരണത്തിൽ നിന്ന് വളരെയധികം പ്രയോജനമാണ് ലഭിക്കുന്നത്. അതായത് ഇത് ലൈറ്റ് കോമ്പാക്ട് വിമാനങ്ങളെ കൂടുതൽ ശക്തമായ ഒരു ആക്രമണ പ്ലാറ്റ്ഫോമാക്കി മാറ്റും. സുഖോ 30 MKയിൽ ബ്രഹ്മോസ് A തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളിൽ വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ വിന്യാസത്തിന് ഒരു മാതൃകയായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു വാർത്ത, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈനീസ് രൂപകൽപ്പന ചെയ്ത മിസൈലുകളെ തടഞ്ഞതിന് ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം MRSAM എന്നിവയെ പ്രശംസിച്ച് വിദേശ മാധ്യമങ്ങൾ വൻ റിപ്പോർട്ടാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമായ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് രൂപകൽപ്പന ചെയ്ത മിസൈലുകളെയും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും തടയുന്നതിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ, പ്രത്യേകിച്ച് ആകാശ് സർഫസ് ടു എയർ മിസൈൽ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നിവയുടെ പ്രകടനത്തെ പ്രശംസിച്ച് തായ്വാൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. യുദ്ധസമയത്ത് പാകിസ്ഥാൻ ചൈനീസ് രൂപകൽപ്പന ചെയ്ത നിരവധി സിസ്റ്റങ്ങൾ, അതായത് ഫത്താഹ് 1, ഫത്താഹ് 2, HATF-1, SRBM തുടങ്ങിയ ഗൈഡഡ് റോക്കറ്റുകളുമെല്ലാം ഗണ്യമായ രീതിയിൽ തന്നെ വിന്യസിച്ചിരുന്നു. എന്നാൽ ഫത്താഹ് 1ഉം ഫത്താഹ് 2ഉം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും ചൈനയിൽ നിന്നുള്ള ഗണ്യമായ ഡിസൈൻ പിന്തുണയും സാങ്കേതിക കൈമാറ്റവും ഉപയോഗിച്ചാണ് ഈ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചെടുത്തത് എന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഫത്താഹ് പരമ്പരയ്ക്ക് ചൈനീസ് റോക്കറ്റ് സംവിധാനങ്ങളുമായി ശ്രദ്ധേയമായ സാമ്യവുമുണ്ട്. അതായത് പാകിസ്ഥാന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചൈന പാകിസ്ഥാന് സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്തതായിട്ടാണ് വിദഗ്ധർ പറയുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ ആയുധ ശേഖരത്തെ എല്ലാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശും MRSAMയും ഈ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ച ഇന്ത്യയുടെ സായുധ സേന വളരെ വിജയകരമായിട്ടാണ് തടഞ്ഞത്. ചൈനീസ് മിസൈൽ സാങ്കേതിക വിദ്യ നിർവീര്യമാക്കുന്നതിലൂടെ ഇന്ത്യൻ സംവിധാനങ്ങൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചതായിട്ടാണ് ഒരു പ്രമുഖ തായ്വാൻ പ്രതിരോധ ഏജൻസിയുടെ റിപ്പോർട്ട്.
ഇത് ചൈനയുടെ പ്രതിരോധ കയറ്റുമതിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ആണവശേഷിയുള്ള മിസൈലായ HATF-1, SRBM, ഫത്താഹ്-1, ഫത്താഹ്-2 റോക്കറ്റുകൾ എന്നിവ തടഞ്ഞത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വളർന്നു വരുന്ന കഴിവിനെ അടിവരയിടുന്നുവെന്നും ചൈനീസ് വിതരണം ചെയ്യുന്ന സംവിധാനങ്ങളിൽ നിന്ന് സമാനമായ ഭീഷണികൾ നേരിടുന്ന മറ്റ് രാജ്യങ്ങൾക്ക് ഒരു സാധ്യതയുള്ള ബ്ലൂ പ്രിന്റ് വാഗ്ദാനം ചെയ്യുന്നു എന്നുമാണ് മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഫത്താഹ് പരമ്പര തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും സിസ്റ്റങ്ങളുടെ രൂപകൽപ്പന പാരമ്പര്യം ചൈനീസ് സാങ്കേതിക വിദ്യയിലേക്കാണ് നീങ്ങുന്നത്. ആഗോള പ്രതിരോധ വിദഗ്ധർ ഇത് വ്യാപകമായി അംഗീകരിച്ചും കഴിഞ്ഞ വസ്തുതയാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയിൽ ഈ സംവിധാനങ്ങൾ തുളച്ചു കയറുന്നതിൽ പരാജയപ്പെട്ടത് ആഗോള തലത്തിൽ തന്നെ ഇപ്പോൾ വൻ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. അതായത് ഫത്താഹ് മിസൈലിന്റെ സാങ്കേതിക വിദ്യയും ചൈനയുടേതായതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായും പരാജയം ഏറ്റെടുക്കുന്നത് ചൈനയ്ക്കാണ്. ചൈന പാകിസ്ഥാനെ തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ കേന്ദ്രമായി ഉപയോഗിച്ചിരിക്കാമെന്നും എന്നാൽ ഇന്ത്യയുടെ തദ്ദേശീയ സംവിധാനങ്ങൾക്കെതിരെ അത് പരാജയപ്പെട്ടു എന്നുമാണ് തായ്വാൻ വിശകലന വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ രാജ്യത്തിന്റെ സ്വാശ്രയത്തിന്റെ തെളിവായി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനത്തെ ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാപനം പ്രശംസിച്ചിരുന്നു. ഇന്ത്യയുടെ ആകാശ്, MRSAM, S-400, DRDO വികസിപ്പിച്ച D4 ആന്റി ഡ്രോൺ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളെ തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയുടെ അമൃതസറിലെ സുവർണ ക്ഷേത്രം പോലുള്ള സിവിലിയൻ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളെ എല്ലാം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തീർത്തും ഇല്ലാതാക്കി. ഈ സംവിധാനങ്ങളുടെ വിജയം ഇന്ത്യയുടെ തന്ത്രപരമായ ആത്മവിശ്വാസമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല. ഏഷ്യ പസഫിക് മേഖലയിലെ ചൈനീസ് സൈനിക വ്യാപനത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ തായ്വാന്റെ പ്രശംസ ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ DRDOയുടെ കീഴിലുള്ള ഒരു പ്രധാന ലബോറട്ടറിയാണ് ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ ഗവേഷണ സ്ഥാപനം, അതായത് GTRE. ഇവർക്കിപ്പോൾ പുതുതായി വികസിപ്പിച്ച ആഫ്റ്റർ ബേർണറുള്ള ട്രൈ കാവേരി എഞ്ചിൻ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസുമായി മൂല്യനിർണയ പരിശോധനയ്ക്കായി സംയോജിപ്പിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ റഷ്യയിൽ അന്തിമ പരീക്ഷണത്തിനായി ഈ എഞ്ചിൻ തയ്യാറെടുക്കുകയാണ്. DRDOയുടെ ഖഡക് UAV പോലുള്ള ആപ്ലിക്കേഷനുകൾക്കായിട്ടായിരുന്നു തുടക്കത്തിൽ വികസിപ്പിച്ചെടുത്ത നോൺ ആഫ്റ്റർ ബേണിംഗ് വേരിയന്റ് ആയ ട്രൈ കാവേരി എഞ്ചിൻ. ഇതിപ്പോൾ ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാല ഗ്രൗണ്ട് ട്രയലുകളിൽ ഈ എഞ്ചിൻ 49 മുതൽ 50 kN വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതായി കണ്ടെത്തി. ഒരു പുതിയ ആഫ്റ്റർ ബേർണർ വിഭാഗത്തിന്റെ സംയോജനത്തോടെ എഞ്ചിന്റെ ത്രസ്റ്റ് ഏകദേശം 80 kN ആയി ഉയർത്താനാണ് GTRE ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഫ്ലൈറ്റ് ടെസ്റ്റിംഗിനായി ട്രൈ കാവേരി എഞ്ചിനും അതിന്റെ പുതിയ ആഫ്റ്റർ ബേർണറും ഒരു പഴയ LCA LSP വിമാനവുമായി സംയോജിപ്പിക്കാനാണ് GTRE ഇപ്പോൾ പദ്ധതിയിടുന്നത്. LCA തേജസ് മാർക്ക് 1ന്റെ ഇരട്ട സീറ്റർ വകഭേദത്തിനായി ആദ്യം വികസിപ്പിച്ചെടുത്ത PV5, PV6 എന്നീ 2 പ്രോട്ടോടൈപ്പുകളാണ് ഇപ്പോൾ ഇതിനായി പരിഗണിക്കുന്നത്. ഇത് വിജയിക്കുകയാണെങ്കിൽ കാവേരി 2.0 ആവർത്തനത്തിൽ 83 മുതൽ 85 kN ത്രസ്റ്റ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ ആഫ്റ്റർ ബേർണറുള്ള കാവേരിക്ക് F404 IN-20 എഞ്ചിനുകൾക്ക് ഒരു ആഭ്യന്തര ബദലായി പ്രവർത്തിക്കാൻ കഴിയും. അതായത് വിദേശ വിതരണക്കാരിൽ ഇന്ത്യയുടെ ആശ്രയത്വം ഇത് കുറയ്ക്കും. സ്വന്തം എഞ്ചിനുമായി ഇന്ത്യയുടെ തേജസും അതേപോലെ തന്നെ ഇന്ത്യയുടെ 5ാം തലമുറ പദ്ധതിയായ AMCAയും യാഥാർത്ഥ്യമാകും. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.